ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ആപ്പ് മേക്കിങ്ങിനെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം ലിറ്റിൽ കൈറ്റ്സ് നയൻത്ത് ക്ലാസ്സിൽ ഒരു പോർഷൻ ഉണ്ട്, മൊബൈൽ ആപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അത് വെച്ചുകൊണ്ട് ഒരു ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ ലാപ്പിൻ്റെ ഹോം സ്ക്രീനാണ്. ഓക്കെ, പിന്നെ ഞാനിത് മേക്ക് ചെയ്യാൻ പോകുന്ന ഇവിടെ ലിറ്റിൽ ഗൈഡ്സിൽ പറഞ്ഞിട്ടുള്ളത് MITയുടെ പ്രോഗ്രാം നമ്മുടെ ഏതാണ് ഉബുണ്ടു ലാപ്പുകളിൽ ഓപ്പൺ ആവും എന്ന രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്ന MITയുടെ സൈറ്റ് വെച്ചിട്ടാണ്, കാരണം എൻ്റെ ലാപ്ടോപ്പ് വിൻഡോസ് ആണ്. സോ ഞാനിത് നോക്കാൻ പോകുന്ന MITയുടെ ഒരു സൈറ്റ് ഉണ്ട്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ സ്റ്റെപ്പുകളും സംഭവങ്ങളും എല്ലാം സെയിം ടു സെയിം ആണ്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഓക്കെ എഡ്ജ് ഓപ്പൺ ചെയ്തു. ഞാൻ കൂടുതലും ഇങ്ങനെ സെർച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന എഡ്ജാണ്. ഇതിൽ MIT ആപ്പ് ഇൻവെൻറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇതിൽ MIT ആപ്പ് ഇൻവെൻറ്റർ എന്ന് പറയുന്ന ഒരു സൈറ്റ് അഡ്രസ്സ് നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് MIT ആപ്പ് ഇൻവെൻറ്റർ എന്ന് പറഞ്ഞ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പേജിലേക്ക് നമ്മൾ ഓപ്പൺ ആകും. ഇത് അവരുടെ ഒഫീഷ്യൽ സൈറ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് സൈറ്റിൽ ക്രിയേറ്റ് ചെയ്താലും അതുപോലെ തന്നെ നമ്മളല്ലാതെ ചെയ്താലും എന്താണ് സംഭവം സെയിം തന്നെയാണ്. ഓക്കെ, ഇതിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് നമുക്ക് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് LKയുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ആപ്സ് എന്ന് പറയുന്ന ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വെൽക്കം ടു ആപ്പ് ഇൻവെൻറ്റർ എന്ന രീതിയിൽ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ഓപ്പൺ ആകും, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ ഓപ്പൺ ആകും. ഞാൻ ഓൾറെഡി ഒരു BMI കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ആപ്പ് നിർമ്മിച്ചതാണ് കുറച്ച് മുമ്പ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ രീതിയിൽ വന്നത്. അല്ലെങ്കിൽ ഇതൊരു ഫ്രഷ് ഹോം പേജിലായിരിക്കും ഓപ്പൺ ആകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെൽക്കം ടു MIT ആപ്പ് ഇൻവെൻറ്റർ എന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരെണ്ണം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മളിവിടെ ലിറ്റിൽ കൈറ്റ്സിൽ പറഞ്ഞിട്ടുള്ള ഇതിലും കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ ID test@sample.com എന്ന രീതിയിലൊരു ഇമെയിൽ ID ഒരു സാമ്പിളായിട്ട് കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഞാൻ മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്തതാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഇതെങ്ങനെ മേക്ക് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വണ്ണാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസാണ്. ഇതിനകത്ത് കുറേ സെറ്റിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി നിർമ്മിച്ച ഒരു ആപ്പ് BMI കാൽക്കുലേറ്ററിൻ്റെ ഓൾറെഡി ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കണക്റ്റ് ബിൽഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊക്കെ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂ പ്രോജക്റ്റ് എന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ന്യൂ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. കാരണം നമ്മളൊരു ആപ്പ് പുതിയതായിട്ട് നിർമ്മിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആപ്പുകൾ പലപ്പോഴും നമുക്കിപ്പം ഫോണിലും ആണെങ്കിലും ലാപ്പിലാണെങ്കിലും നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കുറേ ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ ആപ്പിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, സൈറ്റിൽ അത്രയും കിട്ടത്തില്ല. അപ്പോൾ ആ രീതിയിലൊക്കെയാണ്. അപ്പം നമ്മൾ എനിവേസ് ഞാനൊരു ന്യൂ പ്രോജക്റ്റിൽ ഞാൻ ലെഫ്റ്റ് സൈഡിലെ ന്യൂ പ്രോജക്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്രോജക്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്, ടൂൾ കിറ്റ് ഉണ്ട്, തീമുണ്ട്. അപ്പോൾ നമ്മൾ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ആ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ പ്രോജക്റ്റ് നെയിം മാത്രമായിരിക്കും അവിടെ കാണുക. കാരണം അത് ഉബുണ്ടു ലാപ്പിൽ അതിൻ്റെ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിവേസ് ഞാൻ ഇവരുടെ സൈറ്റ് വെച്ചിട്ട് ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ എന്താണ് ഫെസിലിറ്റീസ് കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനിവിടെ പ്രോജക്റ്റ് നെയിം എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു BMI കാൽക്കുലേറ്ററാണ് നമ്മൾ സെറ്റപ്പ് ആക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ അവിടെ അല്ലെങ്കിൽ എന്താണ് പ്രോജക്റ്റ് നെയിമിൻ്റെ അവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇതാണ് BMI കാൽക്കുലേറ്റർ. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. BMI കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോജക്റ്റ് നെയിം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതേ ഫോർമാറ്റിൽ പോവാം. ഓക്കെ, BMI കാൽക്കുലേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് പേര് നൽകുമ്പോൾ അക്ഷരം, അക്കം, അണ്ടർസ്കോർ എന്നിവ മാത്രമേ നൽകാവൂ, സ്പേസ് നൽകരുത്. അക്ഷരം കൊടുക്കാം, അക്കം കൊടുക്കാം, അണ്ടർസ്കോർ കൊടുക്കാം എന്നിവ മാത്രമേ നൽകൂ, പക്ഷേ സ്പേസ് നൽകരുത്. ഞാൻ ഓൾറെഡി BMI കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഓൾറെഡി ഞാൻ നിർമ്മിച്ചതാണ്. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ ഒരു അണ്ടർസ്കോർ കൊടുക്കാൻ പോവാണ്. ഓക്കെ, വേറെ ഇഷ്യൂ ഒന്നുമില്ല, ജസ്റ്റ് ഒരു അണ്ടർസ്കോർ കൂടി ഇവിടെ കൊടുത്തു, കാരണം 2 എണ്ണം വരണ്ടല്ലോ എന്ന രീതിയിൽ. ഓക്കെ, BMI കാൽക്കുലേറ്റർ, BMI കഴിഞ്ഞിട്ട് അണ്ടർസ്കോർ കൊടുത്തു. അത് നിങ്ങൾ ഫ്രഷായിട്ട് ഞാൻ രണ്ടാമത് ചെയ്യുന്നതുകൊണ്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉയരത്തിനനുസരിച്ചുള്ള ശരീരഭാരത്തിൻ്റെ അളവിൻ്റെ സൂചിക. അതാണ് നമുക്ക് ഉയരത്തിനനുസരിച്ച് ഇത്ര തൂക്കം വേണമെന്നുണ്ടല്ലോ, അതിനെയാണ് BMI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളിത് ഓരോ കാറ്റഗറി, അതായത് നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ ചെയ്ത് BMI ഈക്വൽ ടു നമ്മുടെ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റിൻ്റെ സ്ക്വയർ എന്നതാണ് അതിൻ്റെ ഇക്വേഷൻ. അത് വന്നു കഴിയുമ്പോൾ കുറച്ച് ഫോർമുലാസ് വരുന്നുണ്ട് അതിനകത്ത്. ഓക്കെ ഓക്കെ നമുക്കതൊരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ BMIയുടെ അണ്ടർ വെയ്റ്റ് ആണോ, നോർമൽ വെയ്റ്റ് ആണോ, ഓവർ വെയ്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ എനിവേസ് ഞാനിവിടെ BMI കാൽക്കുലേറ്റർ എന്ന് കൊടുത്തു, എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഹോം സ്ക്രീൻ തുറന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു സ്ക്രീനാണ് ഈ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിലാണ് നമ്മൾ മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് നമ്മളൊരു ആപ്പ് നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഇതിൽ നമുക്ക് ഓരോരോ സംഭവങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എൻ്റെ മൗസ് പോയിൻ്റർ വെച്ചുകൊണ്ട് കാണിക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ലെങ്ത്തിൽ ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ മൊത്തം ഞാൻ അതേ സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ രീതിയിൽ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഡിസൈനറും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തില്ലേ, റൈറ്റ് സൈഡിൽ ആരോ ഉള്ളിടത്ത് ഡിസൈനറുണ്ട്, ബ്ലോക്ക് ഉണ്ട്. ഡിസൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അവിടെയാണ്. ഇനി ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആവശ്യമായിട്ടുള്ള കമാൻഡുകളൊക്കെ വരുന്ന അല്ലെങ്കിൽ കോഡ്സൊക്കെ വരുന്ന എന്താണ്, ബ്ലോക്കിലാണ്. ഓക്കെ, സോ ഞാൻ ഈ ഡിസൈനർ അത് ഡിസൈൻ ചെയ്യാൻ പോകണം. അതാണ് നമ്മളൊരു ആപ്പ് തുറക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റ ആണെങ്കിലും വാട്സാപ്പ് ആണ്, അതിനൊരു ഇൻ്റർഫേസ് ഉണ്ട്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ ആപ്പിനെ ഡിസൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഇതാണ് ഡിസൈൻ ചെയ്യുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ആപ്പാണ്, BMI കാൽക്കുലേറ്ററാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യണം, എന്താണ്, എൻ്റർ, അതായത് നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് നോക്കുവാണെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ്, ടെക്സ്റ്റ് ബുക്കിലൊരു ഫോർമാറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഒരു ലേബലാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനൊരു ലേബൽ, അതായത് ഞാൻ ഇവിടെ പിടിച്ചുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിങ്ങോട്ട് വലിച്ചിട്ടു. ഓക്കെ, ടെക്സ്റ്റ് ഫോർ ലേബൽ 1, അതായത് ഈ ലേബലിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഫോർ ലേബൽ 1 എന്ന് പറഞ്ഞത് ഇങ്ങോട്ടേക്ക് ഈ സ്ക്രീനിലേക്ക് വലിച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഫോർ ലേബൽ 1 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ഞാനിപ്പോൾ മൗസ് പോയിൻ്റർ കാണിക്കുന്ന പോലെ ഇവിടെ നിങ്ങൾക്ക് ആ ലേബൽ 1 എന്നുള്ളത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് മുഴുവനും. ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം, ഫോൺ കളർ മാറ്റാം, ഫോണ്ട് ഇറ്റാലിക് ആകാം, ഫോൺ സൈസ് മാറ്റാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിതിനകത്ത് തരുന്നുണ്ട്. ഓക്കെ, ഹൈറ്റ്, വിഡ്ത്ത്, പിന്നെ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് എന്നുള്ളിടത്ത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട്, ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുവാണ്. ഇപ്പം എന്താണ് നമുക്ക് വേണ്ടതെങ്കിൽ, വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ് എന്ന് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തു. ഓക്കെ, അതവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്, ഇതാ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് നമുക്ക് ഇതിനകത്ത് വരുത്താനായിട്ട് സാധിക്കും. ഒത്തിരി ഉണ്ട്, ഫോൺ ബോൾഡ്, ഇറ്റാലിക്, സൈസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്ന ഒരു ചെക്ക് ബോക്സ്, ഒരു എന്താണ്, ഓക്കെ, അത് നമ്മൾ കൊടുത്തു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓക്കെ, യൂസർ ഇൻ്റർഫേസിനകത്ത് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു ഇത് കൂടിയുണ്ട്. നമ്മൾ
ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതാ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ് ഓക്കെ ഇതാ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ്, അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ടെക്സ്റ്റ് ബോക്സ് വലിച്ച് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടുമ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അത് നമുക്കിപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിനെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വിഡ്ത്തിൻ്റെ അവിടെ ഫിൽ പാരൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതെന്താണ് ഈ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇത് വന്ന് കിടക്കും. ഓക്കെ, ആ രീതിയിൽ ഇത് ഫോം ചെയ്യും. ഏകദേശം അതൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ വെയിറ്റ് ആഡ് ചെയ്തു, പിന്നെ ഒരു ബോക്സ് ആഡ് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് എന്താണ് ഒരു ലേബലും കൂടി വേണമെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അവിടെ എന്താണ് ഹൈറ്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം എന്താണ് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ഒരു എന്താണ് ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടിടുന്നു. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് എഡിറ്റുകൾ നടത്താം, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചസ്, കളറിലെ ചേഞ്ചസ് വരുത്താം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരിതും കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലറ്റിൽ യൂസർ ഇൻ്റർഫേസിൽ ബട്ടൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതുകൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും ഇതുപോലെ സ്ക്രോൾ ചെയ്തിടാം, എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റുകളൊക്കെ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ്, അതുപോലെ തന്നെ ഹൈറ്റ്, ടെക്സ്റ്റ് ബട്ടൺ എന്നൊക്കെ പറഞ്ഞ് നമുക്കിത് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തതിനകത്ത് നമുക്കൊന്ന് പോകാം. ഓക്കെ, ഇതാണ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം, എൻ്റർ വെയിറ്റ് ഇൻ കിലോഗ്രാം, എൻ്റർ ഹൈറ്റ് ഇൻ മീറ്റർ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബട്ടൺ ഞാൻ ആദ്യം ഡ്രാഗ് ചെയ്ത പോലെ എടുത്തിട്ട് ആ ബട്ടണിൻ്റെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് BMI എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണമെങ്കിൽ കൊടുക്കണം എന്ന് വെച്ചോ. നമ്മുടെ ആപ്പ് കുറച്ച് കളർഫുള്ളായിട്ടിരുന്നോടെ. അപ്പോൾ ഞാൻ എടുത്ത ഈ ഒരു ഇമേജ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതൊരു JPG ഇമേജാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറി. അപ്പോൾ നമ്മുടെ ലെറ്റേഴ്സ് ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് ആയിരുന്നുകൊണ്ട് അത് കുറച്ച് ക്ലിയർ അല്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, എനിവേസ് നമുക്ക് ഈ രീതിയിൽ അത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഡിസൈൻ എന്ന് പറയുന്ന ഭാഗത്തിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ലിറ്റിൽ കൈറ്റ്സിലും ഏകദേശം സംഭവം ഇത് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ വെബിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടൻറ്റുകളാണ്. ആദ്യം എൻ്റർ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, പിന്നെ എൻ്റർ ഹൈറ്റ് ഉണ്ട്, വീണ്ടും ഒരു ബോക്സ് ഉണ്ട്, കാൽക്കുലേറ്റ് BMI എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താണ് നോട്ടിഫയർ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, അത്രയും കഴിഞ്ഞ് ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഡിസൈനിൽ വരുന്നത്. ഞാനിപ്പം ആ ബോഡി മാസ് ഇതിൻ്റെ BMIയുടെ മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ആപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇതുപോലൊരു ഡിസൈനിങ് ഫോർമാറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ടുള്ള ബ്ലോക്സ് എന്നാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബ്ലോക്കുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് ഓർഡറിൽ അവരത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ആപ്പ് പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇത് കൊടുക്കണം എന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, അതായത് നിങ്ങൾ നോക്കുന്ന ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒരുപക്ഷെ ചെയ്യാം ഇതിനെക്കുറിച്ച്. അപ്പോൾ നമ്മളെന്താണ് ഓരോരോ കണ്ടൻറ്റ് ഇതിൽ നിന്ന് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിനകത്ത് ഇപ്പോൾ എനിക്കൊരു വേരിയബിൾ ആഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇനീഷ്യലൈസ് ഗ്ലോബൽ ഹൈറ്റ് ടു 0 എന്ന ആ ഫസ്റ്റ് സംഭവം എങ്ങനെ ചെയ്തതെന്ന് ഞാനിടാം. വേരിയബിൾസിനകത്ത് നോക്കുകയാണെങ്കിൽ ഇനീഷ്യലൈസ് ഗ്ലോബൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വരും. ഓക്കെ, ഇനി ഈ നെയിം എന്നുള്ളിടത്ത് നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ചിലയിടത്ത് ഓൾറെഡി നമുക്ക് സ്ക്രോൾ ചെയ്തൊക്കെ വരുത്താൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഹൈറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഈ ഒരു ഫോർമാറ്റിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി നമുക്കൊരു മാത്സ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ എന്താണ് നമ്മൾ 0 എന്ന് പറയുന്ന ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും.
ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഫോർമാറ്റിൽ അറ്റാച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു കോഡ് വന്നത്. ഓക്കെ, അത് ഓരോന്നായിട്ട് അതിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ആ രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ആ കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുവാണ്, കാരണം ഇത് ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആപ്പ് നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് കണക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എമുലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിപ്പം എൻ്റെ ലാപ്പിൽ കിട്ടാത്തതിൻ്റെ കാരണം അതിൻ്റെ AI സ്റ്റാർട്ടർ ഇൻസ്റ്റാൾഡ് അല്ലെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. സോ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം നിങ്ങളുടെ ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സ് ലാപ്ടോപ്പ് ആണെങ്കിൽ ചിലപ്പോൾ അത് ഓപ്പൺ ആവുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമായിരിക്കും. സോ അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്ന അതിൽ ബിൽഡിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു ആൻഡ്രോയിഡ് ആപ്പ് അല്ലെങ്കിൽ .apk ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാനല്ല, നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ലിങ്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ലിങ്കിൽ നിന്ന് നമുക്കൊരു APK ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഫോണിലേക്കൊക്കെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നോക്കി എൻ്റെ ഫോണിലിത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പം നമ്മുടെ BMI കാൽക്കുലേറ്റർ പ്രോഗ്രസ് ബാറാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സാധാരണ ലോഡിങ്. ഓക്കെ, അതായത് ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു .apk ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫോണിലേക്ക് കോപ്പി ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ നോക്കിയതാണ്. അത് ആപ്പിൻ്റെ വേണമെങ്കിൽ ഒരു ഷോർട്ടായിട്ട് ഞാൻ ഇട്ടേക്കാം. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ 2 പാർട്സേ ഉള്ളൂ, ഒന്ന് ഡിസൈനറും ഒന്ന് ബ്ലോക്സും. ഓക്കെ, ഡിസൈനറിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഏകദേശം അത്യാവശ്യം ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോയിൽ ഇത് മൊത്തം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു ഐഡിയ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും, അതിനു വേണ്ടി മാത്രം. ബാക്കി നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു ആപ്പ് നിർമ്മിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു ഇതിനകത്തുണ്ട്. ലിറ്റിൽ കൈറ്റ്സിൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു PDF ആണ്, അതിലുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ആപ്പിൻ്റെ ഒരു ഷോട്ട് കൂടി ഇട്ടേക്കാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.